ഇന്നത്തെ വർക്ക് കാണണം. ഇതായിരുന്നു പൂജാമുറി വർക്കുകളാണ്. ഇന്നിപ്പോൾ ഇതിൻ്റെ പേപ്പർ മറ്റേ വാൾ പേപ്പർ ഒട്ടിച്ച് പൂജാമുറിൽ ഇങ്ങനെ താഴെ ഇരുന്ന സാധനങ്ങളിലൊക്കെ സൈഡിൽ ഒട്ടിച്ച് നമ്മുടെ ഫോട്ടോ ഒക്കെ നല്ല നീറ്റായിട്ട് തുടച്ച് വിളക്ക് തേച്ച് പൂക്കൾ മാറ്റി വെള്ളം മാറ്റി ഇതിപ്പോൾ റോസ് വാട്ടറും റോസ് ഓയിലും കൂടെ മിക്സ് ചെയ്ത് വെള്ളം അതിൽ മുല്ലപ്പൂവും താമരപ്പൂവും കൂടെ ഇട്ട് വെച്ച് ഗണപതിക്ക് ചന്ദന കുങ്കുമം വെച്ച് വിളക്ക് മഞ്ഞൾ കുങ്കുമം വെച്ച് എല്ലാം കൂടെ സ്റ്റിക്കറിട്ട് നല്ല ഭംഗിയായിട്ട് ഇതിനകത്ത് ഒട്ടിച്ചൊന്ന് ഇളകാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം വൃത്തിയാക്കി ആണ് ഇന്നത്തെ പണി. രാവിലെ ഞാൻ തുടങ്ങിയ പണികൾ. അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ തുടച്ച് ഈ വിഗ്രഹങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എല്ലാ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്ത് പിന്നെ വീട്ടിലെ ഭക്ഷണക്രമങ്ങൾ രാവിലെ പിള്ളേർക്കുള്ള ഭക്ഷണങ്ങൾ മോന് കൊടുത്തുവിട്ടു. അടുത്തത് ചോറ്, മാങ്ങാ പച്ചടി ഉണ്ടാക്കി, സാമ്പാർ ഇതെല്ലാം ഇങ്ങോട്ട് കൊണ്ട് വയ്ക്കണം. സാമ്പാർ ഇപ്പോൾ അപ്പൂപ്പനുള്ള സാമ്പാർ കൊടുത്തു വിട്ടു. അതിനിപ്പോൾ ഞങ്ങൾക്കുള്ള സാമ്പാറാണ്. ഇതൊക്കെയാണ് പരിപാടിയിൽ. അടുത്ത് ഇവിടെ ചുറ്റമ്പലം ചുറ്റും അവിടെ നിന്നുള്ള സാധനങ്ങൾ കുറേശ്ശെ കൊണ്ടുവന്ന് നമ്മളിത് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ മുഴുവൻ പാത്രങ്ങളും കൊണ്ടുവന്നിട്ടില്ല. കണ്ടോ, ഈ ചുറ്റും എപ്പോഴും ഇങ്ങനെ ഇല വീണുകൊണ്ടിരിക്കും. പിന്നെ ഇതൊക്കെ അടിച്ചു വാരി രാവിലെ തന്നെ മെയിൻ 6 o'clock ആകുമ്പോഴത്തേക്ക് എല്ലാം അടിച്ചു വാരി തുടച്ച് ഇട്ടതാണ്. വീണ്ടും ഒരു കാറ്റത്ത് എല്ലാം കൂടെ താഴേക്ക് വീഴും. അതാ ഈ ഡ്രമ്മിൽ ചവറൊക്കെ കത്തിച്ച് റോട്ടിൽ കൊണ്ട് കളഞ്ഞ് അടുത്ത ചവറ് വീണു. അപ്പോൾ ഇത് നമ്മൾ വെയിൽ കിട്ടുമ്പോൾ എല്ലാം ഉണക്കിയിടും. കാറ്റത്ത് എല്ലാം കൂടെ താഴെ വന്ന് വീഴും. ഇതൊക്കെ ഞാൻ പഴയ വീട്ടിൽ ഈ ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. എല്ലാം കൂടെ അകത്തായതുകൊണ്ടേ രാവിലെ ഇവിടെയൊക്കെ അടിച്ചു വാരി എല്ലാം ക്ലീൻ ചെയ്ത് പ്ലാസ്റ്റിക്കൊക്കെ തനിയെ കെട്ടി ഇത് മൊത്തം ഇവിടെ നിന്ന് കംപ്ലീറ്റ് അങ്ങ് അറ്റം വരെ അടിച്ച് കഴുകി ചെടികളൊക്കെ മണ്ണ് നിറച്ച് പുറത്തുനിന്ന് കുറച്ചായിട്ട് മണ്ണ് കൊണ്ടുവന്നിടുന്നുണ്ടേ. ഒന്നിനും ഒരു സൗകര്യമില്ല. കാരണം ആളുകളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഒത്തിരി പൈസ കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ തന്നെ തന്നെത്താനെ ഈ ഹോസ് ട്യൂബുണ്ട് ഇത് വെച്ചിട്ട് കംപ്ലീറ്റ് കഴുകും. ഇതേപോലെ ടെറസിലും ഫുള്ള് കഴുകി വൃത്തിയാക്കി. വാഷിംഗ് മെഷീൻ അവിടെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ തുണി നനച്ച് അവിടെ തന്നെ ഉണക്കും. പിന്നെ ഉണങ്ങിയ തുണിയിൽ വൈകിട്ടാകുമ്പോഴത്തേക്ക് എല്ലാം മടക്കി അലമാരക്കകത്ത് വെക്കണം. പിള്ളേർ മോളുടെ മുകളിൽ എല്ലാം കഴുകി വൃത്തിയാക്കണം. വേണ്ട ഉറുമ്പ് കംപ്ലീറ്റ് ഉറുമ്പും അട്ടകളാണ്. ഇപ്പോൾ ഇത് കുറഞ്ഞിട്ടുണ്ട്. ഞാനിതിവിടെ കഴുകി വൃത്തിയാക്കാൻ തുടങ്ങി. പിന്നെ കത്തിച്ച് ഇവിടെയൊക്കെ ചിരട്ടയൊക്കെ ഇട്ട് കത്തിക്കുമ്പോൾ ആ ചൂട് കൊണ്ട് കുറച്ച് ഉറുമ്പുകളൊക്കെ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ അട്ടയുടെ ഭയങ്കര ശല്യമായിരുന്നു. ഇപ്പോൾ ഈ വെയിലത്ത് അട്ട വരില്ല. വൈകിട്ടാകുമ്പോഴത്തേക്കും അട്ടകൾ ഓർന്നായിട്ട് വരാൻ തുടങ്ങി. അടുത്ത വീട്ടിലെ ഈ മാമരം നല്ല ഭംഗിയാണ്, പക്ഷെ മൊത്തം അട്ടയാണ്. അപ്പോൾ ഇതൊക്കെ വൃത്തിയായി രാവിലെ എണീക്കുമ്പോൾ ഈ പരിപാടികളാണ് ആദ്യം. പൂജാമുറി, മുറ്റത്ത് കോലം ഇടുക, അതൊക്കെ ചെയ്യണത്. ഇന്ന് ഒരു എലി അകത്ത് കയറാൻ ശ്രമിച്ചു. അതുകൊണ്ട് നമ്മളൊരു തട്ടി ഒരു ഫ്രണ്ടിലൊരു ഫേക്ക് ഡോർ ഇടാനായിട്ട് തീരുമാനിച്ചു. ഡോർ ഫിക്സ് ചെയ്യാൻ പോവാണേ. നോക്കുകയാണ്. ആളുണ്ട് ഉണ്ട്. മണ്ണൊക്കെ കൊണ്ടുവന്ന് ചെടിക്ക് ഇവിടെ കംപ്ലീറ്റ് ഈ മണ്ണില്ല. അപ്പം നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളൊക്കെ ഞാനിതിനകത്ത് തട്ടി കുറച്ച് മണ്ണൊക്കെ ഇട്ട് മൂടി. പിന്നെ വീണ്ടും കുറച്ചും കൂടി മണ്ണ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ സെറ്റായിട്ട് വേണം എനിക്ക് ചെടികൾ നടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചെടികൾ നടേണ്ടി വരും. അതൊക്കെ ഓരോ പുല്ലായിട്ട് ക്ലീൻ ചെയ്ത് മുറ്റത്ത് അടിച്ച് കോലം വരയ്ക്കണം. കോലം വരച്ചൊക്കെ പോയിട്ടാണ് കോലം വരച്ചാണ്ട. ഇത് ഇങ്ങറ്റം ഈ റോഡ് കംപ്ലീറ്റ് ഇങ്ങനെ ഇതിന്ന് അതറ്റം വരെ ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കി. വെണ്ണൂറൊക്കെ ചവറ് കത്തിച്ച് ഇതവിടെ കണ്ട വാഴമരമുണ്ട്. ഈ വാഴമരയുടെ ഇല എടുത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പുറത്തെ.
ഈ മണ്ണ് കുറച്ച് വെട്ടിയെടുത്തിട്ടാണ് അകത്ത് കൊണ്ടിട്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു. ഇന്നലെ മഴ പെയ്തിട്ട് കുറച്ച് ഈർപ്പം ഉണ്ടായിരുന്നതുകൊണ്ടേ കുറച്ച് ഇത് ചെടികളൊക്കെ കാണുമ്പോൾ നമുക്കൊരു മോഹം. അപ്പം നമുക്കും ചെടി വളർത്തണമെങ്കിലും മണ്ണ് വേണം. അപ്പോൾ ഞാൻ ഇത് കുറച്ച് ചിരണ്ടി ഈ മണ്ണ് കുറച്ചായിട്ട് ചിരണ്ടി ഈ ചാക്കിൻ്റെ പുറത്തിട്ട് അകത്തിട്ട് ഒരു 5-8 പ്രാവശ്യം ഞാൻ കുറേ മണ്ണുകളെ കൊണ്ട് ചേർത്തു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര കൈയും കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ചെയ്യുമ്പോൾ ഒരു ആഗ്രഹത്തിലെല്ലാം ചെയ്തു പോകും കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്കും തുടങ്ങിയ 8 മണി വരെ ജോലികൾ. അടിച്ചു വാരി കഴുകുക, കോളിടുക, ഗേറ്റൊക്കെ കഴുകുക. പുതിയ വീടല്ലേ, അപ്പോൾ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബേക്ക് ഡോർ അടച്ചു കഴിഞ്ഞാൽ എലി കയറത്തില്ല, നമുക്ക് തുറന്നിടാം പകലിടും. ആ പണിയാണ് നടക്കുന്നത്. വീട്ടിൽ പാല് കാച്ചി കഴിഞ്ഞാലും പണികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? പാല് കാച്ചി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നല്ല. ഓരോന്നായിട്ട് നമ്മൾ ആവശ്യമുള്ളതുപോലെ ഓരോന്നായിട്ട് ചെയ്ത് റെഡിയാക്കിയാലേ വീടാവുള്ളൂ. ഇന്ന് ഇത്രയും വണ്ടികൾ നിൽക്കാനായിട്ടൊരു സ്ഥലം, അതാണ് മെയിനായിട്ട് നമ്മൾ കണ്ടില്ലേ. പിള്ളേർ തുണിയൊക്കെ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാൻ പോകും. അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് സമയം തികത്തില്ല. അതാണ് ലൈവ് ഇടാനാ പറ്റുന്നേ ഇല്ല. അതാ ഷൂ റാക്കൊക്കെ കണ്ടോ, കുറേ ചെരുപ്പുകളുണ്ട് പിള്ളേരുടെ. ഷൂ റാക്കൊക്കെ അവിടെ നിന്ന് സെറ്റ് ചെയ്ത്. ഇനിയിപ്പോൾ കുറച്ച് സോഫയൊക്കെ അവിടെ ഉണ്ട്, അത് എടുക്കാനായിട്ട് പെറ്റിയാട്ടോ റെഡിയാക്കി കൊണ്ടുവരണം. എന്നാലേ നമുക്കത് ഇവിടെ യൂണിയൻ പ്രശ്നം, അതിന് പേടിച്ചിട്ടാണ്. ഒരു വണ്ടിയിലെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ യൂണിയൻകാർ ഒത്തിരി പൈസ ചോദിക്കുന്നു പേടിച്ചിട്ടാണ്. ഞാൻ ചെറിയൊരു മമ്മട്ടി സംഘടിപ്പിച്ചു മണ്ണ് വെട്ടാൻ വേണ്ടിയിട്ട്, ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ടി. കുറേ ഡാലിയയുടെ ഫ്ലവർ, ചെറിയ കുട്ടി ക്രോട്ടൺസ് അതുപോലത്തെയൊക്കെ വെക്കണം. കുറേ പൂക്കൾ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹം. അതാണ് നോക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് അടിച്ചു വരാനായിട്ട് ഇവിടെ ഒരു ചൂട്. ഇനിയൊക്കെ കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്താ ചെയ്യുക, കണ്ട കഞ്ഞിവെള്ളമൊക്കെ കൊണ്ടുവന്ന് വീഴ്ത്തിയിരിക്കുകയാണ് മണ്ണിൽ. ഇതിപ്പോൾ ചെടി നട്ട് ഞാൻ എന്നാണ് ഈ ചെടി വെട്ട് അത് പൂക്കളുണ്ടാവുക. ഇത് ഇടുക്കിയിൽ പോയപ്പം ഒരു ചെറ്റി കിട്ടിയത് വാങ്ങിച്ചതാണ്. ബാക്കി കുറേ സാധനം ഉണ്ടായിരുന്നു. ഈ പണി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ കൊണ്ടുപോയിന്നേ. ഇപ്പോൾ നമുക്ക് TC കിട്ടിയത് ഇനിയിപ്പോൾ അടിച്ച് കയറ്റും. നമ്മുടെ പേര് വെച്ചിട്ടുണ്ട്. അതിലെന്താ ഒരു കോമഡി എന്നറിയാമോ? എൻ്റെ ഹസ്ബൻഡിന് വീട്ടുപേര് പത്മശ്രീ എന്നിട്ട് കേട്ടോ. അതിൻ്റെ പേര് പത്മനാഭൻ എന്നുള്ള പേര് വെക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ പേരാണ് പത്മശ്രീ ചിത്ര പത്മനാഭൻ എന്ന് അടിച്ചു വെച്ചിരിക്കുക. പിള്ളേരൊക്കെ ഒരേ കളിയാക്കൽ, പത്മശ്രീ ചിത്ര പത്മനാഭൻ എന്നിട്ട് പിള്ളേർ. പുള്ളിയാണെങ്കിൽ ഭയങ്കര ആഗ്രഹം കൊണ്ട് എന്തോ ചെയ്തു പോയതാണ്. മാങ്ങ കണ്ടോ, ഇതാണ് മാങ്ങ, ഫുള്ള് മാങ്ങയാണ്. പക്ഷേ അവർ അതിനകത്ത് അടിക്കാൻ സമ്മതിക്കത്തില്ല. വെള്ളത്തിനകത്ത് കയറി അന്ന് അടിക്കാൻ നമുക്ക് അനുവാദമില്ല. പക്ഷേ അതിൻ്റെ ഇലകളൊക്കെ വന്ന് നമ്മുടെ വീട്ടിലാണ് നിറയുന്നത് മൊത്തം. അപ്പോൾ ടെറസിൽ ഇപ്പം രാവിലെ ഇവിടെയൊക്കെ തൂത്ത് പറക്കി വൃത്തിയാക്കുക. ഉച്ചയാകുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഉള്ളിലൊക്കെ അടിച്ചു വാരി തുടയ്ക്കുക. വൈകിട്ടാകുമ്പോൾ മുകളിൽ തുണി എടുത്തിട്ട് അവിടെ ഉണക്കാനായിട്ട് തുണിയൊക്കെ എടുത്ത് മടക്കി വെച്ചിട്ട് ആ ടെറസൊക്കെ അടിച്ചു വാരി ഡ്രമ്മിൽ കൊണ്ടാക്കും. വീണ്ടും രാവിലെ ആ ചവറുകളൊക്കെ കത്തിച്ച് കൊണ്ട് പുറത്ത് കളയും. അപ്പം അങ്ങനെയല്ലേ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് ലൈവ് ഇടാൻ പറ്റാത്തത്. പിന്നെ വിചാരിച്ചു, ഒത്തിരി പേരിങ്ങനെ സങ്കടം പറയാൻ തുടങ്ങി, എന്ത് പറ്റി യൂട്യൂബിൽ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ അത് ഒന്ന് റിപ്ലൈ ആയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. മറ്റേ ഇത് എല്ലാം തൂക്കിയതിന് ശേഷം ഒന്നുകൂടെ ഫോട്ടോ ഇട്ട് തരാം.